ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് എന്താണ് നമ്മുടെ കേരളത്തിലെ KPCC പ്രസിഡന്റ് നമ്മുടെ കണ്ണൂർക്കാരനാണ്, അതിൻ്റെ നമ്മൾക്കെല്ലാം വലിയ സുഹൃത്താണ് സണ്ണി ജോസഫ്. എന്താ ഇതിൽ കാണിക്കുന്നത്? എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മനോഭാവം? എന്താണ് ഷാഫി പറമ്പിൽ കൊണ്ടു നടന്ന ഷാഫി പറമ്പലിൻ്റെ മനോഭാവം? എല്ലാറ്റിനും ഇടപെടുന്ന ബൽറാമിൻ്റെ മനോഭാവം എന്താണ്? ഇതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു പോയതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ? ഇന്നലെ അങ്ങനെ ചോദിച്ചു, ഒരു ന്യായം ചോദിച്ചപ്പോൾ എന്നെ ഇനി പറയാനുള്ള തെറിയൊന്നും ബാക്കിയില്ല. സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ പ്രായമുള്ള ഒരു മുതിർന്ന അവരുടെ അമ്മയോ അമ്മമ്മയോ ആകേണ്ട പ്രായമുള്ള എന്നോട് അവർ കാണിച്ചിട്ടുള്ള ഇത്രയും വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ച് അവരുടെ വെട്ടുകിളി കൂട്ടം എന്ന് പറയാം, ആ വെട്ടുകിളി കൂട്ടം കൊണ്ടൊന്നും ആക്രമിച്ച് എന്നെ നശിപ്പിക്കാൻ അവർക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അതവിടെ അതിൽ വെച്ച ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചതെന്നാണ്, പാത്രം അങ്ങോട്ട് വാങ്ങി വെച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് മുൻപും എത്രയോ ആക്രമണം എനിക്കെതിരെ വന്നിട്ടുണ്ട്. എനിക്കെതിരെ വന്ന ആക്രമണത്തിനെതിരെ കേസ് പോയിട്ട് പ്രമുഖനായിട്ടുള്ള ഒരു BJP നേതാവിനെ കൊണ്ട് പരസ്യമായിട്ട് കോടതിയിൽ പോയി മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ രൂപത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇത് നോക്കാം. ഇത്തരത്തിൽ ഒരു തീവ്രത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കേസ് അന്വേഷിച്ചിട്ട് അയാൾ ഉയർന്ന പാലക്കാടുള്ള ശശി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അയാൾ വെറുതെ വിട്ടോ പാർട്ടി? ഇല്ല, അയാൾ താഴെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നിട്ട് അതാണ് പാർട്ടിയിൽ പരാതി വന്നു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ശിക്ഷ കിട്ടി ഇപ്പോഴും അയാൾ പാർട്ടി മെമ്പറായിട്ട് നിൽക്കുകയാണ്. ഒന്നുമില്ല, എല്ലാറ്റിലും അങ്ങനെ കേസെടുത്തിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരോട് എന്താ സ്ഥിതി? KPCCയുടെ ഭാഗമായിട്ട് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല, നടപടി എടുത്തിട്ടില്ല. അല്ലെങ്കിൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നിർദ്ദേശം വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും ചോദിച്ചു. ഇവിടെ അവരുടെ ഒരു ദേശീയ നേതൃത്വം ഉണ്ടല്ലോ, ഇത്ര വൾഗറായിട്ടുള്ള ഒരു കേസ് കേരളത്തിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു MP ആയിട്ടുള്ള വനിത കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാത്തത്? എന്താണ് ഇത്രയും മുതിർന്ന ഒരു സഹോദരി എന്നുള്ള നിലയിൽ സോണിയാഗാന്ധിക്ക് ഇതിലുള്ള അഭിപ്രായം പറയാത്തത്? ഇത്രയും സ്ത്രീകൾ ഈ ആക്രമണം അത്രയും സഹിച്ചിട്ടും എന്നിട്ടൊരു പെൺകുട്ടി ഗർഭിണിയായ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ സ്വയം നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലേ? അവരുടെ ദയനീയമായ പരാജയമാണ് ഈ നേതൃത്വം. AICCയുടെ നേതൃത്വം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലും അവർ ദയനീയമായി പരാജയമടഞ്ഞു. എന്തിനാ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ അവർ വലിയ വായിൽ പറഞ്ഞത്? ഇവിടെ സ്പോർട്സ് രംഗത്ത് ഒളിമ്പിക്സ് താരങ്ങൾ ഡൽഹിയിൽ ഒരു മാസക്കാലം സമരം കിടന്നല്ലോ. അവരെ അപമാനിച്ച ആ MP പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ കോൺഗ്രസിൻ്റെ നേതൃത്വം വഴി അവരെ സമാധാനിപ്പിച്ചല്ലോ. എന്നിട്ടെന്താ ഈ കാര്യത്തിൽ എന്താ പ്രതികരിക്കാത്തത്? ഞങ്ങളുടെ ചോദ്യം അതാണ്. അതുകൊണ്ട് MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളായിട്ട് രാഹുൽ മാറിയ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് അടിയന്തരമായി ചർച്ച ചെയ്ത് KPCC നേതൃത്വവും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇടപെട്ട് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നുള്ളതാണ് ഗണനീയമായിട്ടുള്ളത്. അതിലപ്പുറത്തൊന്നും ഇനി കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നില്ല.